കുവൈറ്റിൽ തറാവീഹ് നമസ്കാരം നിർത്തിവെച്ചു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. റമദാനിലെ പ്രത്യേക പ്രാർത്ഥന നിർത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കുവൈറ്റ് ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി ഡോക്ടർ സുലൈമാൻ സാലിഖ് അൽ സുവൈലമാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നത്. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട്. റഹീസ്, എന്തൊക്കെയാണ് ഇപ്പോൾ ഈ GCC മേഖലകളിൽ നിന്ന് വരുന്ന പുതിയ വിവരങ്ങൾ? ഉന്മേഷ്, ഈ കുവൈറ്റിലെ വിവരം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത്. കാരണം ഈ തറാവീഹ് നമസ്കാരം അങ്ങനെ നിർത്തിവെക്കുന്ന, ക്യാൻസൽ ചെയ്യുന്ന ഒരു രീതി ഇല്ല. ഏത് അർത്ഥത്തിലായാലും ആ നമസ്കാരം റമദാനിൽ മാത്രമുള്ള പ്രത്യേക പ്രാർത്ഥനയാണ്, അത് നടപ്പിലാക്കി വരികയാണ്. പക്ഷേ ഈ ഒരു സാഹചര്യം വ്യക്തമായിട്ടും മനസ്സിലാകുന്നുണ്ട്. കാരണം ഇപ്പോൾ ഏതാണ്ട് ജനവാസ മേഖലയിലേക്കൊക്കെയും പല ആക്രമണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെയൊക്കെ കെടുതികൾ ജനവാസ മേഖലയിലേക്ക് വരുന്നുണ്ട്. നേരത്തെ ഉച്ചയ്ക്കൊന്നും അത് അത്ര തോതിൽ ജനവാസ മേഖലയിലേക്ക് അത് വന്നിരുന്നില്ല. ഈ ഒരു ആക്രമണത്തിന്റെ ആ ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കൂടുതലായി, പ്രത്യേകിച്ച് കുവൈറ്റിലും ഒപ്പം തന്നെ UAE ചില ഭാഗങ്ങളിലും ബഹ്റൈനിലും ഒക്കെ അത് അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ തറാവീഹ് നമസ്കാരം നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ തറാവീഹ് നമസ്കാരം ഉണ്ടാകില്ല എന്നുള്ള വിവരം കുവൈറ്റിൽ നിന്ന് വരുന്നുണ്ട്. ഈ ബഹ്റൈനിൽ ആൾ ക്ലിയർ സൈറൻ ഉണ്ടായിരിക്കുന്നു എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ബഹ്റൈനിൽ സൈറൻ മുഴക്കിയിരിക്കുന്നു എന്ന് ബഹ്റൈനിലെ ആഭ്യന്തര മന്ത്രാലയം തന്നെ അത് വ്യക്തമാക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് ബഹ്റൈനിലും ഇപ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്, ചില ടെൻഷൻ ഉണ്ട്. സ്വാഭാവികമായിട്ടും അത് രാവിലെ മുതൽ ആദ്യം ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടായതും അതിന്റെ ഇമ്പാക്ട് ഉണ്ടായതും ഒക്കെ ഈ ബഹ്റൈനിലാണ്. ആ ബഹ്റൈനിൽ കൂടുതലായി ഇപ്പോൾ ഈ നിലയ്ക്ക് ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കരുതാവുന്ന തരത്തിലേക്ക് അവിടെ സൈറൻ മുഴക്കിയിരിക്കുന്നു, അപായ സൂചന മുഴക്കിയിരിക്കുന്നു എന്നുള്ള വിവരം ഏറ്റവും പുതുതായിട്ട് പുറത്തു വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ അബുദാബി നാഷണൽ ഓയിൽ കമ്പനി ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നൽകുന്നുണ്ട്. അതായത് അഡ്നോക്കിന്റെ എല്ലാ പ്രവർത്തനങ്ങളും, അഡ്നോക്കിന്റെ എല്ലാ ഓപ്പറേഷൻസും അത് ഈ കൃത്യമായി തന്നെ നടന്നു പോകുന്നുണ്ട്. യാതൊരു തരത്തിലുമുള്ള പ്രശ്നം ഇല്ല, അല്ലെങ്കിൽ നിർത്തിവെക്കേണ്ട യാതൊരു സാഹചര്യവും ഇല്ല. അപ്പോൾ അബുദാബി നാഷണൽ ഓയിൽ കമ്പനി നൽകുന്ന ആ വിവരം സുപ്രധാനം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയും കൃത്യമായി മിഡിൽ ഈസ്റ്റിലെ ഓരോ സാഹചര്യവും വിലയിരുത്തി പോകുന്നുണ്ട് എന്നുള്ളൊരു വിശദീകരണം നൽകുന്നു. അവരും ഈ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഓരോ രാജ്യങ്ങളുമായി, രാഷ്ട്ര തലവന്മാരുമായി ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുമായി സംസാരിച്ചു വരുന്നുണ്ട്, കാര്യങ്ങൾ കൃത്യമായി തിരക്കുന്നുണ്ട് എന്നുള്ള വിവരം അവരും പുറത്തു നൽകുന്നുണ്ട്. അങ്ങനെ എന്തായാലും ബഹ്റൈൻ, ഒപ്പം തന്നെ ഈ പറയുന്ന കുവൈറ്റ് എന്നിവിടങ്ങളിലാണ് ഈ ഒരു നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ടെൻഷൻ കൂടുതലായിട്ടും ഉള്ളത് ഈ രണ്ട് സ്ഥലത്ത് തന്നെയാണ്. പക്ഷേ ഈ രണ്ടിടങ്ങളിലെയും പ്രതിരോധ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും ഒക്കെ ആവർത്തിച്ചു പറയുന്നുണ്ട്, ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ, ജീവഹാനി ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ആക്രമണവും ഉണ്ടായിട്ടില്ല, അത്തരത്തിലൊന്നും ഉണ്ടായതേ ഇല്ല എന്ന് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. UAE സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒടുവിലായി ഉണ്ടായത് പാം ജുമൈറയിലെ തീപിടുത്തമാണ്. ആ തീപിടുത്തം ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു. സിറ്റുവേഷൻ അണ്ടർ കൺട്രോൾ ആണ് എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് കൂടി വരികയാണ്. എന്തായാലും ഗൾഫ് മേഖലയിൽ ഒന്നാകെ. ശരി, മുഹമ്മദ് റഹീസ് ആണ് ഇപ്പോൾ GCC മേഖലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. അതിനിടയിൽ നേരത്തെ ഇറാനിലെ മിനാബിൽ ഒരു സ്കൂളിന് നേരെ ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു. അതിൽ 54 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നുള്ളതായിരുന്നു വിവരമെങ്കിൽ ഇപ്പോൾ 85 കുട്ടികൾ മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതിന് തൊട്ടടുത്തുള്ള ജാസ്കിൽ 16 പേർ കൊല്ലപ്പെട്ടു എന്നാണ് നേരത്തെ പുറത്തുവരുന്ന വിവരം. ഈ രണ്ടിടങ്ങളിൽ മാത്രമായി 100-ലേറെ പേർ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഈ ആക്രമണം സംബന്ധിച്ച റിപ്പോർട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എത്ര പേർ മരിച്ചു എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ കൂടി വരികയാണ്. അതൊരു പ്രൈമറി സ്കൂളാണ്. ആ പ്രൈമറി സ്കൂളിലെ 85 കുട്ടികൾ കൊല്ലപ്പെട്ടു ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണത്തിൽ എന്നാണ് ഏറ്റവും പുതുതായി ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.